കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അവർക്ക് 87 അല്ലെങ്കിൽ 88 സീറ്റ് കിട്ടും. LDFന് 50 അല്ലെങ്കിൽ 52 അല്ല 50-നും 52-നും ഇടയ്ക്ക് സീറ്റ് കിട്ടും. BJPക്ക് 1 മുതൽ 3 വരെ സീറ്റ് കിട്ടും. അതിൽ തന്നെ കോൺഗ്രസിൻ്റെ തനിയെ പറഞ്ഞാൽ 53 അല്ലെങ്കിൽ 54 സീറ്റ് കോൺഗ്രസ് തനിയെ. മുസ്ലിം ലീഗിന് 20 സീറ്റ്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 7 സീറ്റ്, RSPക്ക് 2 സീറ്റ്, അതുകൂടാതെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് 1 സീറ്റ്, CMPക്ക് 1 സീറ്റ്, RMPക്ക് 1 സീറ്റ്. ഇതും കൂടാതെ 2 സ്വതന്ത്രന്മാരുടെ കൂടെ ജയിക്കും. അതിൽ ഒന്നാമത്തെ അമ്പലപ്പുഴ G. സുധാകരൻ, രണ്ടാമത്തേത് തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ. LDFിലാണെങ്കിൽ ആകെ 50-52 സീറ്റ്, CPM തനിച്ച് 33 മുതൽ 35 വരെ, CPI 11 സീറ്റ്, കേരള കോൺഗ്രസ് മാണി 2 സീറ്റ്, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ 1 സീറ്റ്, അത് ചിറ്റൂരാണ്, പാലക്കാട് ജില്ലയിലെ. പിന്നെ NCP എലത്തൂർ, അത് മന്ത്രി AK ശശീന്ദ്രൻ ജയിക്കും. പിന്നെ ലാസ്റ്റ് മൂന്നാമത് ഒരു നാഷണൽ സെക്യുലർ കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, അത് കുന്നമംഗലത്ത് വിജയിക്കും, PTA റഹീം എന്ന് പറഞ്ഞ ആൾ. UDFന് 91 ലക്ഷം മുതൽ 92 ലക്ഷം വരെ വോട്ട്. വോട്ടിംഗ് പെർസെൻറ്റ് 42% മുതൽ 43% വരെ. LDFന് 81 ലക്ഷം മുതൽ 82 ലക്ഷം വരെ. അവർക്ക് ശതമാനക്കണക്കിൽ 37 മുതൽ 38% വരെ. NDAക്ക് 34 ലക്ഷം മുതൽ 36 ലക്ഷം വരെ. ശതമാനക്കണക്ക് പറഞ്ഞാൽ 16 മുതൽ 17% വരെ വോട്ട്. കാസർഗോഡ് ഒഴിച്ചുള്ള എല്ലാ ജില്ലകളിലും UDFൻ്റെ സീറ്റ് കൂടും. കാസർഗോഡ് നേരത്തെ 2 സീറ്റാണുള്ളത്, 5-ൽ, ഇപ്പോഴും 5-ൽ 2 സീറ്റ്, അത് മാറുന്നില്ല. ബാക്കി എല്ലാ ജില്ലകളിലും UDFൻ്റെ സീറ്റ് കൂടും. അതിൽ തന്നെ മലപ്പുറം ജില്ലയിൽ 16-ൽ 16 സീറ്റും UDFന് കിട്ടും. വയനാട്ടിൽ 3-ൽ 3 സീറ്റ് UDFന് കിട്ടും. ഇടുക്കിയിൽ 5-ൽ 5 സീറ്റും കിട്ടും. പിന്നെ കോൺഗ്രസ് പിന്നെ ഇതുകൂടാതെ മികച്ചു നിൽക്കുന്നത് എറണാകുളത്ത് 14-ൽ 12 സീറ്റ് UDF വിജയിക്കും. കോഴിക്കോട് 13-ൽ 7 സീറ്റിൽ വിജയിക്കും. പത്തനംതിട്ടയിൽ 5-ൽ 3 സീറ്റിൽ വിജയിക്കും. കോട്ടയത്ത് 9-ൽ 5-ൽ വിജയിക്കും. തൃശ്ശൂർ 13-ൽ 7-ൽ വിജയിക്കും. കണ്ണൂർ 11-ൽ 4 സ്ഥലത്ത് വിജയിക്കും. തിരുവനന്തപുരത്ത് 14-ൽ 7 അല്ലെങ്കിൽ 8 സീറ്റ് കിട്ടും UDFന്. തിരുവനന്തപുരത്ത് 1 സീറ്റ് കിടക്കുന്നതാണ്, ഇപ്പോൾ അത് 7 അല്ലെങ്കിൽ 8 വരെ വരും. കൊല്ലത്ത് 2 സീറ്റ് കിടന്നത് ഇപ്പോൾ 6 സീറ്റാവും. ആലപ്പുഴയിൽ 1 സീറ്റ് കിടന്നത് ഇപ്പോൾ 5 ആവും. പത്തനംതിട്ടയിൽ 1 സീറ്റും ഇല്ലായിരുന്നത് 3 സീറ്റാവും. 5 ആകെ ഉള്ളത്. വലിയ വിജയം, ഒന്നും ഇല്ലാത്തടത്ത് 3 സീറ്റ് കിട്ടിയ. ഇടുക്കിയിൽ 1 സീറ്റുള്ളത് 5 സീറ്റ്, മുഴുവൻ സീറ്റും പിടിക്കും. കോട്ടയത്ത് 4 സീറ്റ് കിടന്നത് 5 ആവും. എറണാകുളത്ത് 9 കിടന്നത് 12 ആവും. തൃശ്ശൂർ 1 കിടന്നത് 6 ആവും. പാലക്കാട് 2 കിടന്നത് 4 ആവും. മലപ്പുറത്ത് 13 കിടന്നത് 16 ആവും. കോഴിക്കോട് 2 കിടന്നത് 7 ആവും. വയനാട് 2 കിടന്നിടത്ത് 3 ആവും. കണ്ണൂർ 2 സീറ്റ് കിടന്നത് 4 ആവും. കാസർഗോഡ് മാത്രം മാറ്റമില്ല. BJPക്ക് വോട്ടിംഗ് പെർസെൻറ്റ് കഴിഞ്ഞതിനേക്കാൾ കുറവായിരിക്കും. BJP ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ്, ഉറപ്പുള്ള സീറ്റ് നേമമാണ്, തിരുവനന്തപുരം ജില്ലയിലെ നേമം ആണ്. അവർ ജയിക്കാൻ സാധ്യതയുള്ള മറ്റ് 2 മണ്ഡലങ്ങൾ വട്ടിയൂർക്കാവും കഴക്കൂട്ടവുമാണ്. ഉറപ്പില്ല, ജയിക്കാൻ സാധ്യത മാത്രം. വട്ടിയൂർക്കാവിൽ 3 മുന്നണിയും ഒരുപോലെയാണ്, പ്രവചനാതീതമാണ്. കഴക്കൂട്ടമാണെങ്കിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തായിരിക്കും, പക്ഷെ ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയുകയില്ല. LDFും BJPയും ഒരേപോലെയാണ്, തുല്യ ശക്തികളാണ്.
അതുകൊണ്ട് അവിടെ ഇത് രണ്ടിലാരെങ്കിലും ഒരാൾ ജയിക്കാം. ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. ഇപ്പോൾ 9 മന്ത്രിമാർ പരാജയപ്പെടും 21 പേരിലെ. അതിൽ ഏതൊക്കെയാണെന്ന് പറയാം: ശിവൻകുട്ടി, വീണ ജോർജ്, റോഷി അഗസ്റ്റിൻ, ബിന്ദു ബിന്ദു, MP രാജേഷ്, അബ്ദുൾ റഹ്മാൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, OR കേളു. മന്ത്രി ഗണേഷ് കുമാർ പരാജയപ്പെടും പത്തനാപുരത്തെ. പിന്നെ അതുകൂടാതെ ഒരു 2 കൊല്ലം മുമ്പ് വരെ മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലും പരാജയപ്പെടും. പിന്നെ വിജയിക്കുന്ന പ്രമുഖരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, LDF കൺവീനർ TP രാമകൃഷ്ണൻ, മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ഇപ്പോൾ മന്ത്രിമാരായ KN ബാലഗോപാൽ, P രാജീവ്, VN വാസവൻ, മുഹമ്മദ് റിയാസ് എന്നിവർ ഉൾപ്പെടുന്നു. പരാജയപ്പെടുന്ന പ്രമുഖരിൽ BJP നേതാക്കളായ K സുരേന്ദ്രൻ, ശോഭ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ, കുമ്മനം രാജശേഖരൻ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. അട്ടിമറികൾ MP രാജേഷിനെ തൃത്താലയിൽ VT ബലറാം പരാജയപ്പെടുത്തും. അതൊരു അട്ടിമറിയാണ്. അല്ല, മന്ത്രിമാർ പരാജയപ്പെടാനായിട്ട് പൊതുവെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ മന്ത്രിമാർക്കെതിരെയുള്ള വികാരമല്ല, കൂടുതലും പിണറായി വിരുദ്ധതയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് പൊതുവെ എതിർപ്പാണുള്ളത്. അതിൻ്റെ ഫലമാണ്, അല്ലാതെ മന്ത്രിമാരോടുള്ള എതിർപ്പല്ല, അല്ല MLA-മാരോടുള്ള എതിർപ്പല്ല. അത് പല മാധ്യമങ്ങളും അങ്ങനെ ഒരു തെറ്റായ നരേറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ MLA-മാരെല്ലാം ജനകീയരാണ്, അതുകൊണ്ട് വിജയിക്കാതെ MLA-മാരുടെ ജനകീയത കൊണ്ട് മാത്രമേ ഇലക്ഷൻ വിജയിക്കത്തില്ല. നയിക്കുന്ന നേതാവിൻ്റെ ജനപിന്തുണയും കൂടെ നോക്കണം. അതുകൊണ്ടാണ് പരാജയപ്പെടുക കൂടുതലും. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു 20,000 കുറഞ്ഞ ഭൂരിപക്ഷം കിട്ടിയ LDF സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷവും പരാജയപ്പെടും. ചിലരൊക്കെ വിജയിക്കും. ഇപ്പോൾ KN ബാലഗോപാൽ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചത്. അത് അദ്ദേഹം ഇത്തവണയും വിജയിക്കും. അങ്ങനെ ചിലർ വിജയിക്കും. ഇപ്പോൾ ജോസ് കെ മാണിയാണ് കഴിഞ്ഞ പരാജയപ്പെട്ട ആളാണ്, അത് ഇപ്പോൾ വിജയിക്കും. അത് കഴിഞ്ഞ തവണ LDF പരാജയപ്പെട്ടത് ഇത്തവണ ഒരു സീറ്റിലേ ജയിക്കത്തുള്ളൂ, ഈ പാലായിൽ മാത്രം. വേറൊരു സീറ്റിലും അവർ വിജയിക്കത്തില്ല. മുമ്പ് തോറ്റിട്ട് ഇത്തവണ ജയിക്കുന്നത്. അപ്പോൾ ഈ MLA-മാരോടുള്ള എതിർപ്പല്ല പരാജയപ്പെടാൻ ഉള്ള കാരണം. ചില കേസിൽ അങ്ങനെ വരും. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ MLA കേരള കോൺഗ്രസ് എമ്മിലുള്ള ആളാണ്, ജോബ് മൈക്കിൾ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പൊതുവേ ജനപ്രിയനാണ്. പക്ഷേ അവിടെ മാടപ്പള്ളി പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ അസംബ്ലി മണ്ഡലത്തിലുള്ള ഒരു പഞ്ചായത്താണ്. ഈ കേരളയിലിന് സ്ഥലം എടുത്തപ്പോഴേ നാട്ടുകാർ സമരമായിരുന്നു. ആ സമരത്തിനെ ഈ MLA പിന്തുണച്ചില്ല, ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്നു. അതാണെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ്. അവിടുത്തെ വോട്ടുകൾ മുഴുവൻ ഇയാൾക്ക് നഷ്ടപ്പെടും. അത് അയാളോടുള്ള എതിർപ്പാണ്. പൊതുവെ അയാൾ സ്വീകാര്യനാണ് ബാക്കി പഞ്ചായത്തിലൊക്കെ. ഉടുമ്പൻചോലയിൽ MM മണിയാണ് കഴിഞ്ഞ മത്സരിച്ചത്, 38,000 വോട്ടിന് ജയിച്ചു. ഇത്തവണ ഈ മണിയെ മാറ്റിയിട്ട് വേറെ ജയചന്ദ്രനാണ് മത്സരിക്കുന്നത്. മണിയായിരുന്നു ഇത്തവണ ജയിച്ചേനെ, 38,000 ഇല്ലെങ്കിലും ജയിച്ചേനെ. അയാളെ മാറ്റിയത് കൊണ്ട് ഈ ഉടുമ്പൻചോല സീറ്റ് നഷ്ടപ്പെടും. പിന്നെ ഇപ്പോൾ കാട്ടാക്കടത്തെ MLA ഒക്കെ ജനകീയരാണ്. കാട്ടാക്കടയൊക്കെ തോക്കാൻ ഒരു കാരണം ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി നാടാർ ക്രിസ്ത്യനാണ്, മറ്റേത് നായരുമാണ്. അപ്പോൾ ആ ഒരു വികാരം ഉണ്ട്. നാടാർ കൺസോളേഷന് അത് അരുവിക്കര നേരെ തിരിച്ച കേട്ടോ. അരുവിക്കരയിൽ LDF സ്ഥാനാർത്ഥി തോക്കാൻ കാരണം അത് പറയാം. അരുവിക്കരയിൽ കഴിഞ്ഞ തവണ G സ്റ്റീഫനാണ് ജയിച്ചത്. എതിർ സ്ഥാനാർത്ഥി K ശബരിനാഥ്. ഈ ശബരി അതിനു മുമ്പ് 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂവച്ചൽ പഞ്ചായത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഇരിക്കുന്ന വാർഡിൽ മുസ്ലിം ലീഗിന് സീറ്റ് കൊടുത്തു UDF.
എന്നിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു. അപ്പോൾ മുസ്ലിം ലീഗ് ഇവർക്ക് എതിരായി. എതിരായപ്പോൾ ഈ ഓച്ചൽ പഞ്ചായത്തിലുള്ള മുസ്ലിങ്ങൾ മുഴുവൻ സ്റ്റീഫൻ വോട്ട് ചെയ്തു. ആ പ്രശ്നം ഇത്തവണ ഇല്ല, 5 കൊല്ലം കഴിഞ്ഞല്ലോ, സ്ഥാനാർത്ഥി മാറി. പിന്നെ മറ്റൊരു ഇഷ്യൂ, ഈ അന്ന് നായർ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ്, ഇത്തവണ നായർ തന്നെ. എങ്കിലും അതുകൊണ്ട് അവിടുത്തെ കോൺഗ്രസിൽപ്പെട്ട നാടാർ ക്രിസ്ത്യൻസ് വോട്ടും ഒരു കുറെയെങ്കിലും LDF സ്ഥാനാർത്ഥിക്ക് പോയി. ഇപ്പോൾ അവരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്, തിരിച്ച് കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ജി സ്റ്റീഫന് അവിടെ പരാജയപ്പെടുകയും ശിവകുമാർ വിജയിക്കുന്നത്. ഇത് നെയ്യാറ്റിൻകര ഇതേ വികാരം. നെയ്യാറ്റിൻകര പിന്നെ രണ്ടും നാടാരന്മാരാണ്, ജാതിയോടെ പ്രശ്നം വരത്തില്ല. എങ്കിലും അവിടെ തമിഴ്നാട്ടിൽ കേരളത്തിലെ ഒരു CSA നേതാവിന് സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ അതിർത്തിയിൽ ഈ വാർശാല കഴിഞ്ഞ ഉടനെ ഒരു സീറ്റ് കോൺഗ്രസ്സിന് കൊടുത്തിട്ടുണ്ട്. അത് ഈ കേരളത്തിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഈ തെക്കേ അറ്റത്തുള്ള സീറ്റുകൾ, അതായത് കോവളം, നെയ്യാറ്റിൻകര, പാറശാല, പിന്നെ അരുവിക്കര, ഈ മണ്ഡലങ്ങളെല്ലാം ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. അവിടങ്ങളിലെല്ലാം വിധി UDFന് അനുകൂലമാവും. അതിൽ പക്ഷേ പാറശാലയിൽ LDF തന്നെ വിജയിക്കും. ബാക്കി ആ ഭാഗത്തുള്ള സീറ്റെല്ലാം കോൺഗ്രസ്സിന് പോകും. പിന്നെ തിരുവനന്തപുരത്ത് കോൺഗ്രസ് ജയിക്കുന്നത് ഒന്ന് വർക്കല, വാമനപുരം, കോവളം, കാട്ടാക്കട, നെയ്യാറ്റിൻകര, അരുവിക്കര, 6 സീറ്റുണ്ട് കോൺഗ്രസ് തന്നെയാണ്. പിന്നെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ CP ആണ്. അങ്ങനെ 7 സീറ്റുണ്ട് ഇപ്പോൾ വിജയിക്കുമെന്ന് ഉറപ്പുള്ളത്. ചിലപ്പോൾ വട്ടിയൂർക്കാവിടെ ജയിച്ചാൽ അത് 8 സീറ്റാവും. BJPക്ക് ഇപ്പോൾ 1 ഉറപ്പുള്ളത്, അത് നിയമമാണ്. ഈ 2 സീറ്റോടെ കിട്ടിയാൽ അവർക്ക് 3 ആകാം. 1 മുതൽ 3 വരെ വരാം. വേറെ പുറത്തൊന്നും സീറ്റ് കിട്ടില്ല. ഈ 3 സീറ്റ് കൂടാതെ അവർക്കൊരു 8 സീറ്റിലെങ്കിലും 2ാം സ്ഥാനത്ത് വരും BJP കേരളത്തിൽ മൊത്തമായി. അതായത് ഇപ്പോൾ മഞ്ചേശ്വരം, കാസർഗോഡ്, പിന്നെ പാലക്കാട്, മലമ്പുഴ, ചാത്തന്നൂര്, പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് 2 സീറ്റ് തോക്കുവാണെങ്കിൽ അത് 2ാമത് വരും. ഒരു 8-10 സീറ്റ് 2ാം സ്ഥാനത്തൂടെ വരും. ഈ സുരേഷ് ഗോപിയുടെ ഇമ്പാക്റ്റ് കൊണ്ടാണ്, സുരേഷ് ഗോപി ഇഫക്റ്റിലാണ് സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചത്. ഇപ്പോൾ അദ്ദേഹം മത്സരിക്കാത്തത് കൊണ്ട് ആ വോട്ട് കുറയും. അതുപോലെ ആറ്റിങ്ങലിൽ വി മുരളീധരൻ്റെ ഇഫക്റ്റ് കൊണ്ടാണ് അവിടെ അത്ര വോട്ട് കിട്ടിയത്. പരാജയപ്പെട്ടെങ്കിലും 1ാം സ്ഥാനവും 3ാം സ്ഥാനവും ഈ 10,000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ അതുപോലെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഇഫക്റ്റ്. പിന്നെ BJPക്ക് വോട്ട് കൂടണമെന്നുണ്ടെങ്കിൽ ഈ ചെപ്പടി വിദ്യ കൊണ്ടൊന്നും പറ്റത്തില്ല. അവർ ജനകീയ വിഷയങ്ങളെടുത്ത് സമരം ചെയ്യണം. പല വിഷയങ്ങളുണ്ട്. അത് BJP മാത്രമല്ല, കോൺഗ്രസ്സുകാർക്കും ചെയ്യാതെ, അവരൊന്നും ഇത് ചെയ്തിട്ടില്ല. ഈ കോൺഗ്രസ് ഇത്തവണ വിജയിക്കാൻ കാരണം അവരുടെ പ്രയത്നം കൊണ്ടൊന്നുമല്ല, ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ ജനങ്ങൾ തയ്യാറായി ജയിപ്പിക്കുന്നതാണ്, അല്ലാതെ കോൺഗ്രസിൻ്റെ മെച്ചമല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജനകീയ വിഷയങ്ങൾ എടുത്ത് സമരം ചെയ്യണം. അപ്പോൾ പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഈയിടെ ഒരു 2 ആഴ്ച മുമ്പ് നേഴ്സുമാരുടെ സമരം ഉണ്ടായി. ആ സമരം ഈ രാഷ്ട്രീയ പാർട്ടികൾ ആരും ഏറ്റെടുത്തില്ല. അത് BJPക്കാരെടുത്തു കഴിഞ്ഞാൽ, ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ നേഴ്സുമാർ, എൻ്റെ ഒരു ഊഹം 10 ലക്ഷം നേഴ്സുമാരെങ്കിലും കാണും. അവരുടെ ഫാമിലി ഇവിടെ ചേർത്താൽ 40 ലക്ഷം ആവും. ഈ 40 ലക്ഷം BJP അനുകൂലികളാവും. അത് ഇപ്പം BJPക്ക് ആകെ 32 ലക്ഷം വോട്ടർമാരുള്ളത്. അത് 40 ലക്ഷം കിട്ടിയില്ലെങ്കിലും കുറേയെങ്കിലും കിട്ടുമല്ലോ. അതിപ്പോൾ കോൺഗ്രസ്സുകാർക്കും ചെയ്യാം, ഇത് അവരും ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് ഈ അൺഎയ്ഡഡ് കോളേജുകളും സ്കൂളുകളും. അവിടുത്തെ അധ്യാപകർക്ക് ഇപ്പോൾ നക്കാപ്പിച്ച ശമ്പളമാണ് കൊടുക്കുന്നത്. 10,000 രൂപയ്ക്കാണ് പലയിടത്തും കൊടുക്കുന്നത്. അവരെ ഒരു സംഘടിപ്പിച്ച് സമരം ചെയ്യുക. അത് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്ത് സമരം ചെയ്താലേ വിജയിക്കത്തുള്ളൂ. അല്ല അധ്യാപകർ സമരം ചെയ്താൽ വിജയിക്കത്തില്ല. അധ്യാപകർക്ക് കല്ലെറിയാനൊന്നും പറ്റത്തില്ലല്ലോ. പേപ്പർ
വൈറ്റ് കോളർ ജോലിയായതുകൊണ്ട്. പിന്നെ അതുപോലെ സെയിൽസ് ഗേളായിട്ട് നിൽക്കുന്നവർ, അവർക്ക് ഒരു ഇരിക്കാൻ പോലും അനുവാദമില്ല. അവർ രാവിലെ 8 മണിക്ക് എന്നാൽ രാത്രി 8 മണി വരെ ഇരിക്കണം. അവർക്ക് ഒരു അനുകൂലമായ നീക്കം നടത്തിക്കഴിഞ്ഞാൽ, BJP നടത്തിക്കഴിഞ്ഞാൽ അവരുടെ വോട്ടെല്ലാം ഇവർക്ക് കിട്ടും. അതിപ്പോൾ ആര് നടത്തിയാലും കോൺഗ്രസ്സുകാരേറ്റെടുത്താൽ അവർക്ക് വോട്ട് കിട്ടും. പിന്നെ അത് കൂടാതെ ഈ കടകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ, അവരെയൊക്കെ സംഘടിപ്പിക്കാൻ ഇപ്പോൾ ആരുമില്ല. പെട്രോൾ പമ്പ് ജോലി ചെയ്യുന്നവർ, കടകളിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെ പലരുണ്ട്. അങ്ങനെ ഇത് ശരീരം അനങ്ങാതെ ഒന്നും ജനപിന്തുണ കൂടത്തില്ല. ഈ ക്രിസ്ത്യാനികളുടെ പിന്തുണ കൊണ്ടൊന്നും ജയിക്കാവുന്നവർ കരുതണ്ട. അതൊന്നും വോട്ടൊന്നും കിട്ടത്തില്ല. അത് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചെന്നുള്ള കേസ് വന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് ഛത്തീസ്ഗഡിൽ BJPക്കൊന്നും സംഭവിക്കാൻ തോന്നില്ല. അത് ഉള്ളതിൽ കൂടുതലൊക്കെ ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ദോഷം ചെയ്യുന്ന കേരള BJPക്കാണ് അവിടുത്തെ ആക്രമണം കൊണ്ട്. അതുപോലെ ഈ നാഗപ്പൂരിൽ ഈ ക്രിസ്ത്യാനികളുടെ മേലേണ്ട ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ എല്ലാ ഇമ്പാക്റ്റ് കേരളത്തിലാണ് ഉണ്ടാവുന്നത്. റബ്ബർ വില ഇപ്പോൾ 200 രൂപയാണുള്ളത്. അതിനൊരു 50 രൂപ വില കൂട്ടി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയ ജാതി മതം നോക്കാതെ പിന്തുണ കിട്ടും. അതിപ്പോൾ BJP വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. കർഷകരെല്ലാം എല്ലായിടത്തും കർഷകരുണ്ടല്ലോ. കോട്ടയം ജില്ലയിലും ഇടുക്കിയിലും കൂടുതൽ കർഷകരുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ഉണ്ട് റബ്ബർ കർഷകർ. പലരും റബ്ബർ വെട്ടാതെ ഇട്ടിരിക്കാം, കൂലി കൊടുക്കാൻ മാർഗമില്ലാതെ. അല്ലെ കൂലി കൊടുക്കാനേ കിട്ടുകയുള്ളൂ. ഇതിനെന്തിനാണ് വെട്ടുന്നത്? ഇതിന് വളം ചെയ്യണ്ടേ, കൂലി കൊടുക്കണ്ടേ? അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കിട്ടുകയില്ലാത്തതുകൊണ്ട് പലയിടത്തും റബ്ബർ വെറുതെ ഇട്ടിരിക്കുകയാണ്. അതിപ്പോൾ റബ്ബർ ഇറക്കുമതി ഒന്ന് കുറേയെങ്കിലും പരിമിതപ്പെടുത്തുക ആണെങ്കിൽ റബ്ബർ വില കൂടത്തുള്ളൂ. അതിനുള്ള നടപടി ഏത് സർക്കാർ ഭരിച്ചാലും ചെയ്യുന്നില്ല. അതിപ്പോൾ BJP അല്ല, കോൺഗ്രസ് ഭരിച്ചപ്പോഴും ചെയ്തിട്ടില്ല. അതിനുള്ള നടപടി ഉണ്ടാകുമെങ്കിൽ ഇവർ വിജയിക്കുകയൊക്കെ ചെയ്യും. UDF വിജയിക്കാനുള്ള പ്രധാന കാരണം ന്യൂനപക്ഷങ്ങളുടെ 80% വോട്ടും ഇത്തവണ UDFനായിരിക്കും. ന്യൂനപക്ഷങ്ങൾ തന്നെ ഇവിടെ ഏകദേശം 47% ഉണ്ട്. അതിൻ്റെ 80% എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 37% അപ്പോൾ തന്നെ വരെ. പിന്നെ അതാണ് പ്രധാന കാരണം ഈ UDF വിജയിക്കാൻ. രണ്ടാമത്തെ കാരണം ഭരണവിരുദ്ധ വികാരമാണ്. അത് പല കാരണങ്ങളുണ്ട്. വന്യമൃഗ ആക്രമണം മൂലം മനുഷ്യരും വളർത്തുമൃഗങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ധൂർത്ത്, ഇപ്പോൾ നവകേരള സദസ്സെന്നും പറഞ്ഞ് നടത്തി. അതിന് 2 കോടി രൂപയുടെ ബസ് വാങ്ങിച്ചു. അതൊക്കെ ധൂർത്തല്ലേ. പക്ഷെ ഒരു മനുഷ്യനും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. നേരത്തെ ഉമ്മൻചാണ്ടിയൊക്കെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അങ്ങനെയല്ല. രാത്രി 1 മണി വരെയൊക്കെയാണ് അദ്ദേഹം ഇരുന്നത്, ജനങ്ങളെ സമീപിച്ചത്. ആർക്കും കയറി കാണാമായിരുന്നു. അതിൻ്റെ നടപടി ഉടനെ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. ഇത് നവകേരള സദസ്സ് കൊണ്ട് ഗുണം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ദോഷവും ഉണ്ടായിട്ടുണ്ട്. ഈ നവകേരള സദസ്സിൽ നടത്തുന്നതിന് വേണ്ടി പല സ്കൂളിൻ്റെ മതിലുകൾ പൊളിക്കുകയും അതിനുശേഷം വീണ്ടും നിർമ്മിക്കുകയും ചെയ്തു. അതിന് ലക്ഷക്കണക്കിന് രൂപ ചിലവായിട്ടുണ്ട്. ഇതൊക്കെ ധൂർത്തായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, നവകേരള സദസ്സിൽ പാലായിൽ ചെന്നപ്പോൾ അവിടെ പാലായിലെ ലോക്കൽ MP തോമസ് ചാഴികാടനാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, അത് LDFിൽപ്പെട്ട കക്ഷിയാണല്ലോ. ഈ ചാഴികാടൻ അവിടെ ഈ യോഗം നടന്നപ്പോൾ എഴുന്നേറ്റ് സംസാരിച്ചപ്പോൾ റബ്ബറിന് വില കൂട്ടുന്ന കാര്യം പരിഗണിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി ചാഴികാടനോട് പറഞ്ഞത് ഇതൊക്കെ പറയാനുള്ള വേദിയല്ല ഇതെന്നും പറഞ്ഞ് അവിടെ ഇരുത്തി. കോട്ടയത്ത് ചെന്നിട്ട് റബ്ബർ പ്രശ്നമല്ലാതെ എന്താണ് പറയേണ്ടത്? അവിടെ ഈ ജോസ് കെ മാണിയൊക്കെ സദസ്സിലിരിക്കപ്പെട്ടാണ്. പിന്നെ ജനങ്ങളെല്ലാം കാണുകയല്ലേ. അപ്പോഴേ ഇവർ LDF വരേണ്ടതായിരുന്നു. അവർ വിട്ടില്ല, ഇപ്പോഴും വിട്ടിട്ടില്ല. പിന്നെ ഉള്ളത് ശബരിമലയിലെ സ്വർണ്ണമോഷണം. അത് വിശ്വാസികളെല്ലാം വോട്ട് ചെയ്യും.
പിന്നെ ഉള്ളത് അയ്യപ്പ സംഗമം നടത്തുന്നതും ഒത്തിരി അഴിമതി നടന്നിട്ടുണ്ട്. സ്പോൺസർമാരിൽ നിന്ന് പൈസ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പം 3.5 കോടി കടമാണ് ഈ ദേവസ്വം ബോർഡിന്. പിന്നെ അത് കൂടാതെ നെൽകർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ചതിന് 445 കോടി രൂപയുടെ കുടിശ്ശിക ഉണ്ട്. അപ്പോൾ കർഷകർ പലരും ഇവർക്ക് എതിരാകും. പിന്നെ PSC റാങ്ക് ലിസ്റ്റിൽ നിന്നും ആളുകളെ നിയമിക്കുന്നില്ല. സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ് ശയന പ്രദർശനം നടത്തിയിട്ടും വളരെ കുറച്ച് പേര് നിയമിച്ചിട്ടുള്ളൂ. പിന്നെ അതുകൂടാതെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിൽ കോന്നിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു CPM-ൽപ്പെട്ട ആൾ തന്നെ CMA ഒരു ചോദ്യം എന്ന് പറഞ്ഞു. അപ്പം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് അത് നിന്റെ വീട്ടിൽ പോയി ചോദിക്കാനാണ്. ഇതൊക്കെ നാട്ടുകാർ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവിടെ 100 വോട്ട് കുറഞ്ഞു പോകും. പക്ഷേ ഞാൻ കോന്നിയിൽ LDF ജയിക്കുമെന്നാണ് ഞാൻ കോന്നിയിൽ മാത്രമല്ല അതൊക്കെ ബാധിക്കുന്നത്, മൊത്തത്തിൽ ബാധിക്കും. അതിപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി മോശമായതുകൊണ്ട് അവിടെ കോന്നി ജയിക്കുന്നേ ഉള്ളൂ. എന്നാലും ഇവരുടെ ഇമേജ് മോശമാക്കുന്ന കാര്യമാണ് അതൊക്കെ. 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തിന് കഴിഞ്ഞ വർഷം 2025 100 കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട്. അത് ഒക്കെ ദൂർത്തായിട്ടാണ് ജനങ്ങൾ കണക്കാക്കുന്നത്. പിന്നെ അത് കൂടാതെ നേതാക്കന്മാരുടെ ധാർഷ്ട്യം, മുഖ്യമന്ത്രി അല്ലാതുള്ള താഴോട്ടുള്ള നേതാക്കന്മാരുടെ ധാർഷ്ട്യം, പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രതികളെ CPM പ്രവർത്തകർ ബലമായി ഇറക്കിക്കൊണ്ടുപോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഓഫീസർമാരെ മർദ്ദിച്ചിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിൽ 80% പേരും ഇത്തവണ UDF-നെ വോട്ട് ചെയ്യുകയുള്ളൂ. ഈ ഇടത് സംഘടനകളിൽ പെട്ടവരിൽ പോലും ധാരാളം പേര് UDF-ന് വോട്ട് ചെയ്യും.